Hi dear students, last day we discussed the first part of our lesson, the Nightingale and the Rose. അതിന്റെ ആദ്യ ഭാഗം പറഞ്ഞു. എന്താണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഇപ്പൊ നൈറ്റിംഗേൾ ഒരു ബോയുടെ സങ്കടം കേൾക്കുന്നു. ആ ബോയ്ക്ക് എന്ത് വേണം? ആ ബോയുടെ കാമുകിയായിട്ട് ഡാൻസ് ചെയ്യണം. അതിനെന്ത് വേണം? കാമുകി പറഞ്ഞത് എന്താണ്? ഒരു റെഡ് റോസ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ റെഡ് റോസ് കിട്ടാതെ കരയുന്ന സമയത്ത് നൈറ്റിംഗേൾ അത് കാണുന്നു. നൈറ്റിംഗേൾ പല ആളുകളും അന്വേഷിച്ചു, പല ചെടികളും ചോദിച്ചിട്ട് അവർ തരുന്നില്ല. അവസാനം ഒരു ചെടി വഴി പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തത്? മൂൺലൈറ്റില് എന്ത് ചെയ്യണം? മൂൺലൈറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? മൂൺലൈറ്റ് കൊണ്ട് പാട്ട് പാടണം. മൂൺലൈറ്റിൽ പാട്ട് പാടണം. എങ്ങനെ പാട്ട് പാടേണ്ടത്? ഹൃദയം ആ ചെടിയുടെ മുള്ളില് ചേർത്ത് വെച്ചിട്ട് ലൈഫ് ബ്ലഡ്, രക്തം മുഴുവൻ ആ ചെടിക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? റെഡ് റോസ് വിരിഞ്ഞു വരും എന്ന് പറയുന്നു. ടെറിബിൾ വേ ആണ്. അപ്പൊ ഇനി ബാക്കി നോക്കിക്കോളൂ. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് പ്രൈസ് ടു പേ ഫോർ റെഡ് റോസ്. മരണം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൈസ് ആണ്. ടു പേ ഫോർ റെഡ് റോസ്. റെഡ് റോസിന് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും വലിയ പണം എന്ന് പറഞ്ഞാൽ അത് മരണമാണ് എന്ന് പറയുന്നു. നൈറ്റിംഗേൾ രണ്ടും കൽപ്പിച്ചാണ് ഈ കുട്ടിക്ക് എങ്ങനെയെങ്കിലും റെഡ് റോസ് കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ലൈഫ് ഈസ് വെരി ഡിയർ ടു ആൾ. എല്ലാവർക്കും ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതാണ്. It is pleasant to sit on the green wood and to watch the sun is a chariot of God. എന്താണ്? ഇറ്റ് ഈസ് പ്ലസന്റ് ടു സിറ്റ് ഓൺ ദ ഗ്രീൻ വുഡ്. ഈ പച്ച മരത്തിൽ അല്ലെങ്കിൽ പച്ച ഈ പ്രകൃതി ഇരിക്കുക എന്ന് പറയുന്നത്, ഈ മരത്തിരിക്കുക എന്നുള്ളത് നല്ലൊരു സന്തോഷ അനുഭവമാണ്. ആൻഡ് ടു വാച്ച് ദ സൺ ഈസ് എ ചാരിയറ്റ് ഗാഡ് ആൻഡ് ദ മൂൺ ഇൻ ഹർ ചാരിയറ്റ് ഓഫ് പേൾ. പേളിന്റെയും ഗോൾഡിന്റെയും രഥം ഉരുട്ടി വരുന്ന നമ്മുടെ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നുള്ളത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. സ്വീറ്റ് ഈസ് ദ സെന്റ് ഓഫ് ദ ഹാത്രോൺ. അതുപോലെ ഹാത്രോൺ എന്നുള്ള ചെടിയുടെ വാസന, അതിന്റെ പെർഫ്യൂം നല്ല വാസനയാണ്. നല്ല അതിന്റെ ഫ്രാഗ്രൻസ് നല്ല മധുരമുള്ളതാണ്. അതിന്റെ ഫോട്ടോ കാണാം. ആൻഡ് സ്വീറ്റ് ആർ ദ ബ്ലൂ ബെൽസ്. അതുപോലെ ബ്ലൂ ബെൽസിൻ്റെതും സ്വീറ്റ് ആണ്. ഹൈഡ് ഇൻ ദ വാലി. ഈ വാലിയിൽ ഒളിച്ചിരിക്കുന്ന ബ്ലൂ ബെൽസും. ആൻഡ് ദ ഹിതറും അങ്ങനെ തന്നെയാണ്. ദാറ്റ് ബ്ലോസ് ഓൺ ദി ഹില്ലിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഹിതർ എന്ന് പറഞ്ഞ ചെടിയും. ഈ ലവ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. അപ്പൊ എന്താണ്? ലൈഫിനേക്കാളും വെറുതെ ലവ് ആണെന്ന് പറയുന്നു. ആൻഡ് വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ബേർഡ് കമ്പയർഡ് ടു ദ ഹാർട്ട് ഓഫ് മാൻ? വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് എ ബേർഡ്? എന്താണ് ഒരു കിളിയുടെ, ഒരു ബേർഡിന്റെ ഹൃദയം കമ്പയർഡ് വിത്ത് ദ ഹാർട്ട് ഓഫ് മാൻ? ഒരു മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് വരിക എന്നൊരു ചോദ്യം ഇവിടെ പോയറ്റ് ഓതർ ചോദിക്കുന്നു. സോ ഷീ പ്രിപ്പയർഡ് ഹെർ ബ്രൗൺ വിങ്സ് ഫോർ ഫ്ലൈറ്റ്. അങ്ങനെ she spread her brown wings for flight. പറക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. And soared into the air, she wept over the garden like a shadow, and like a shadow she sailed through the grove. എന്ത് ചെയ്യുന്നു? യെസ്, ഇവൾ എന്ത് ചെയ്യുന്നു? മരത്തിന്റെ താഴെ ഇരിക്കുന്നു, നിഴലിൽ ഇരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലൈക്ക് എ ഷാഡോ ഷീ സെയിൽഡ് ത്രൂ ദ ഗ്രോവ്. ആ മരത്തിന്റെ മുകളിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? യെസ്, അവന് വേണ്ടി കരയുന്നു, അവന് വേണ്ടി കണ്ണുനീരൊഴുക്കുകയാണ്. And like a shadow she wept. കണ്ണുനീരൊഴുക്കുന്നു. The young student was still lying on the grass where she had left him, and the tears were not yet dry his beautiful eyes. ഈ കുട്ടി was still lying on the grass. ആ പുല്ലിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. where she had left him. ഇവളെങ്ങോട്ടാണ് പോയതെന്ന് അറിയാതിരിക്കുന്നു. And the tears were not yet dry in his beautiful eyes. ഇവന്റെ മനോഹരമായ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിപ്പോഴും പോയിട്ടില്ല. Then be happy, cried the nightingale. നൈറ്റിംഗേൾ പറഞ്ഞു, ഹാപ്പി ആകൂ. Be happy, you shall have a red rose. നിനക്ക് നിന്റെ റെഡ് റോസ് കിട്ടും. I will build it out of music of moonlight. ഞാൻ എന്ത് ചെയ്യും? മൂൺലൈറ്റ് കൊണ്ട് നിനക്ക് ഉണ്ടാക്കി തരും. And stain with my own heart's blood. ഞാൻ എന്ത് ചെയ്തും? എന്റെ സ്റ്റെയിന് കൊണ്ട്, എന്റെ ബ്ലഡ് കൊണ്ട്, എന്റെ ഹാർട്ട് ബ്ലഡ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിനക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി തരും. All that I asked for you return as is that you will be the true lover. All that I asked of you in return is that you will be a true lover. ഞാൻ നേരത്തെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ, വാട്ട് ഈസ് ദാറ്റ്? യു ആർ ദ ട്രൂ ലവർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യാണ് ഇവിടെ ഇപ്പം സംഭവിച്ചത്? നൈറ്റിംഗേൾ ഈ ബോയിനെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു. നിനക്ക് റെഡ് റോസ് ആര് തരും? ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറയുന്നു. The student looked up from the grass and listened, but he could not understand. ഈ കിളി വന്നിട്ട് പറയുന്നു, but he could not understand. ഇവനൊന്നും മനസ്സിലായില്ല. Okay. Then
what the nightingale was saying to him, for he only knew the things that are written down in books. ഇവൻ ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, എന്താണ് ഇയാളോട് പറയുന്നതെന്ന് അറിയില്ല. ബോത്ത് but the oak tree understood that felt sad, for he was very fond of the nightingale who had built the nest in its branches. എന്താണ് ഓക്ക് ട്രീക്ക് എല്ലാം മനസ്സിലായി, ഈ കിളിയിരിക്കുന്ന ഓക്ക് ട്രീക്ക് എല്ലാം മനസ്സിലായി. ഓക്ക് ട്രീ അണ്ടർസ്റ്റുഡ് ദാറ്റ് felt sad, ദുഃഖം തോന്നി, for he was very fond of nightingale who had built her nest in his branches. ഈ ബ്രാഞ്ചില്, ഈ ഓക്ക് ട്രീന്റെ ബ്രാഞ്ചില് കൂടുണ്ടാക്കിയ നൈറ്റിംഗേളിന്റെ വിഷമം ശരിക്കും മനസ്സിലായി. യു ഹാഡ് ബിൽട്ട് നെസ്റ്റ് ഇൻ ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചസിൽ ഈ കൂടുണ്ടാക്കിയ നൈറ്റിംഗേളിന്റെ വിഷമം ശരിക്കും മനസ്സിലായി. വെരി ഫോണ്ട് ഓഫ് നൈറ്റിംഗേൾ, വളരെ പ്രിയപ്പെട്ടതാണ്. Sing me one last song, he whispered, I shall feel when you are gone. Sing me one last song, എനിക്ക് പാട്ട് പാടൂ, അവസാനത്തെ ഒരു പാട്ട് പാടൂ. He whispered, I shall feel when you are gone. നീ പോയാൽ ഞാൻ ഫീൽ ആകും എന്ന് പറയും. So the nightingale sang to the oak tree. Oak tree പാട്ട് പാടി കൊടുത്തു. And her voice was like water bubbling from a silver jar. ഒരു സിൽവർ ജാറിൽ വെള്ളം ഇങ്ങനെ ഇളകുന്നത് പോലെ ഇത്ര മനോഹരമായിരുന്നു ഇവരുടെ പാട്ട്. When she had finished her song, പാട്ട് ഫിനിഷ് ആയപ്പോൾ, the student got up and pulled a notebook and pencil. എന്ത് ചെയ്തു? നോട്ട്ബുക്കും പെൻസിലും എടുത്തു. And when the moon shone in the heavens, the nightingale flew to the red rose tree. മൂൺ വന്ന സമയത്ത് ഈ റെഡ് റോസ് ട്രീന്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് സെറ്റ് ടു ഹർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ തോൺ, ബ്രസ്റ്റ് എന്ത് ചെയ്യുന്നു? മുള്ളിന് നേരെ വെക്കുന്നു. ഓൾ നൈറ്റ് ലോങ് ഷീ സാങ്, അന്ന് രാത്രി മുഴുവൻ പാടുന്നു. വിത്ത് ഹർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ തോൺ, ആ മുള്ളിനെ നേരെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പാടുന്നു. ആൻഡ് ദ കോൾഡ് ക്രിസ്റ്റൽ മൂൺ ലീൻ ഡൗൺ ആൻഡ് ലിസൺഡ്. ആൻഡ് കോൾഡ് ക്രിസ്റ്റൽ മൂൺ, കോൾഡ് ആയ ക്രിസ്റ്റൽ മൂൺ, നല്ല ക്ലിയർ ഉള്ള മൂൺ എന്ത് ചെയ്യുന്നു? ലീൻ ഡൗൺ ദ ലിസൺ, ലീൻ ഡൗൺ ആൻഡ് ലിസൺ, നേരെ ചെരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് നിന്നിട്ട് ശരിക്കും കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു. മൂണും എന്ത് ചെയ്യുന്നു? ഇവരുടെ പാട്ട് കേൾക്കുന്നു. ഓക്കെ, then where there is then and the thorn went deeper and deeper, and the thorn went deeper and deeper into the breast. അങ്ങനെ ആ മുള്ളെന്ത് ചെയ്യുന്നു? ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ദ ബ്രസ്റ്റ്, ആ നെഞ്ഞിലേക്ക് തുളച്ചു കയറുന്നു. ആൻഡ് ഹെർ ലൈഫ് ബ്ലഡ് എബ്ഡ് അവേ ഫ്രം ഹെർ, അവളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? രക്തം ഇങ്ങനെ ഊറ്റി ഊറ്റി പോകുന്നു. എബ്ഡ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എബ്ഡ് എന്ന് പറഞ്ഞ ഒരു അരുവി പോലെ, സ്ട്രീം എന്ന് പറഞ്ഞ അരുവി പോലെ രക്തം ഒഴുകുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? രാത്രിയാകുന്ന സമയത്ത് ഈ നൈറ്റിംഗേൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പറന്നു പോയിട്ട് റെഡ് റോസ് കിട്ടാൻ വേണ്ടി മുള്ളിൽ ഹൃദയം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? രക്തം കൊടുക്കുന്നു. നെക്സ്റ്റ്, ഓൺ ദ ടോപ്പ് മോസ്റ്റ് സ്പ്രേ ഓഫ് ദ റോസ് ട്രീ there blossomed a marvelous rose. And topmost spray of the rose, റോസിന്റെ ഏറ്റവും മുകളിൽ there blossomed a marvelous rose, മനോഹരമായ റോസ് വരുന്നു. പെറ്റൽ ഫ്ലോയിങ് പെറ്റൽ, ഓരോ ഇതളുകളായിട്ട് വരുന്നു. as long as flowed song, ഈ പാട്ടിന്റെ പിന്നാലെ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ ഉയർന്നുയർന്ന് എന്ത് ചെയ്യുന്നു? വരുന്നു. 8th question എന്താണ്? why did Nightingale think sacrificing her life? എന്തുകൊണ്ടാണ് നൈറ്റിംഗേള് ജീവിതം അതുകൊണ്ട് സാക്രിഫൈസ് ചെയ്യാൻ കാരണം എന്താണ്? 9th question, the nightingale thinks that the heart of man is more valuable than that of bird. ഈ മനുഷ്യന്റെ, ജീവിയുടെ, ഈ കിളിയുടെ ഹൃദയത്തിനേക്കാൾ വലുതാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയാൻ കാരണം എന്താണ്? Do you agree with Nightingale? നൈറ്റിംഗേളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യുക. ഹിത ഹദ്രോൺ ബബിൾ, ഇതൊക്കെ ഓരോ ചെടികളെ പേരാണ്, 3 ബബിൾ അല്ല, ഇതറും മാത്രമാണ് ചെടികളെ പേരാണ്. മറ്റേതിന്റെ മീനിങ് നിങ്ങൾ എഴുതാം. എബ്ഡ് എന്ന് പറഞ്ഞു, ബബിളിന്റെ സൗണ്ട് പറഞ്ഞു. നെക്സ്റ്റ്, but the tree cried to the nightingale to press closer against thorn. The tree cried, ഈ മരം പോലും കരഞ്ഞു പോകുന്നു. to the nightingale to press closer against thorn, ഈ മുള്ളിന് നേരെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് മരം പോലും കരഞ്ഞു പോകുന്നു. press closer little nightingale, press closer little nightingale, cried the tree. എന്ത് ചെയ്തു? ഈ ട്രീ കരഞ്ഞു പറയുന്നു. what is that? press closer, closer ആയിട്ട് വെക്കൂ, or day will come before the rose is finished. റോസ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഡേ ചിലപ്പം വരും എന്ന് പറഞ്ഞാൽ പകലാകാൻ പാടില്ല. മൂൺലൈറ്റിൽ തന്നെ എന്ത് ചെയ്യണം?
റോസ് വരണം. So the nightingale pressed closer against the thorn and louder and louder grew her song. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുന്നു? യെസ്, മുള്ളിന്റെ നേരെ എതിരെ ഈ ഇത് വെച്ചു പാട്ട് എന്ത് ചെയ്യുന്നു? ലൗഡർ ആൻഡ് ലൗഡർ എന്ത് ചെയ്യുന്നു? നല്ല ലൗഡർ ആകുന്നു, നല്ല ഉച്ചത്തിലാകുന്നു സൗണ്ട്. And a delicate flush of pink came into the leaves of rose and delicate flush of pink came into the leaves of rose. And delicate, a damaged flush of, delicate means damaged ആയ ഒരു ഫ്ലഷ്, ശരീരഭാഗങ്ങൾ, പിങ്ക് came into the leaves of rose, ആ റോസിന്റെ മുകളിൽ ഇങ്ങനെ വരുന്നു. And the tree cried the nightingale to press closer against thorn. Press closer, nightingale, cried tree, the day will come before the cross is finished. Okay, പെട്ടെന്ന് ഇതാക്കൂ എന്ന് പറയുന്നു. Then delicate flush of came into the leaves of the rose അങ്ങനെ പറയുന്നു. And the tree cried the nightingale, press closer against thorn, press little, press closer, one day will come before the rose is finished. റോസ് ഫിനിഷ് ചെയ്യുന്ന മുന്നേ പകൽ വരും. പകൽ വരാൻ പാടില്ല, മൂൺ ലൈറ്റിൽ തന്നെ ചെയ്യണല്ലോ. So the nightingale pressed closer against thorn, വീണ്ടും പ്രസ് ചെയ്തു. And thorn touched her heart, ഹൃദയത്തിൽ ടച്ച് ചെയ്തു. And fierce pangs, pain shot through her, അവളുടെ വേദനയുടെ ഒരു സ്വരം വരുന്നു. Bitter was the pain and wilder. Bitter was the pain, വേദന വിചിത്രമായി വരുന്നു. ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പായി വരുന്നു. And wilder, അത് വന്യമായി വരുന്നു, മീൻസ് ഒരു അരോചകമായി വരുന്നു വേദന. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോക്കാം, അതിനു മുമ്പ് നെക്സ്റ്റും കൂടി നോക്കാം. Grew her song, for she sang of love as perfected by death. Then grew her song, അവരുടെ സോങ് വളർന്നിങ്ങനെ പോകുന്നു, മീൻസ് അതിങ്ങനെ പുരോഗതി കൈവരിച്ചു പോകുന്നു. She sang of the love that is perfect by death. മരണത്താൽ പരിപൂർണമായ ഈ സ്നേഹത്തിന്റെ പാട്ട് പാടുന്നു. And that dies not in the tomb. ലവ് എന്ത് ചെയ്യുന്നില്ല? ടംബില് മരിക്കുന്നില്ല, മീൻസ് അത് ജീവിക്കുന്നു അർത്ഥം. And the marvelous rose became crimson like the rose of the eastern sky. And the marvelous rose became crimson, അത് ചുവപ്പ് കളറാകുന്നു, അസ്തമന സൂര്യത്തിന്റെ കളറാകുന്നു. Like the rose of the eastern sky, റോസ് ഈസ്റ്റേൺ സ്കൈന്റെ രൂപത്തിലാകുന്നു, ഈസ്റ്റേൺ. Then but the nightingale's voice grew faint, അത് മങ്ങി വരുന്നു. And her little wings began to beat, ചെറിയ വിങ്സ് എന്ത് ചെയ്യുന്നു? began to beat, അടിക്കാൻ തുടങ്ങി. And film came over her eyes, ഒരു ചിത്രം അവളുടെ കണ്ണുകളിൽ മൂടി വരുന്നു. Fainter and fainter grew her song, and she felt something choking her throat. എന്തോ ഒരു സംഭവം തൊണ്ടയിൽ കുരുങ്ങുന്നതായി തോന്നുന്നു, മീൻസ് പാട്ട് പാടാൻ കഴിയാതെയായി. Then she gave one last burst of music, അവസാനത്തെ മ്യൂസിക് എടുക്കുന്നു. The white moon heard it, വൈറ്റ് മൂൺ ഇത് കേട്ടു. And she forgot dawn and lingered in the sky. എന്ത് ചെയ്തു? വൈറ്റ് മൂൺ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? lingered on the sky, ആകാശത്തിന് എന്ത് ചെയ്യുന്നു? സ്റ്റേ, നിന്നു. ഇതിന്റെ ഈ സ്നേഹത്തിന്റെ തീവ്രത കൊണ്ട് എന്ത് ചെയ്തു? മൂണ് പോയില്ല, അവിടെ തന്നെ നിന്നു. ഓക്കെ, ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ഉണ്ടോ? The red rose heard it and trembled all over with ecstasy and opened its pearls to the cold morning air. And it trembled all over with ecstasy. Ecstasy എന്ന് പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പോകുന്നു. And opened the pearls to the cold morning air. അങ്ങനെ എന്ത് ചെയ്തു? കോൾഡ് മോർണിംഗ് എയർ, തണുത്ത രാവിലെയുടെ പ്രഭാതത്തിന്റെ ഒരു തണുപ്പ് ഇവർക്ക് ഫീൽ ചെയ്യുന്നു. Look, cried the tree, the rose is finished now. Look, cried the tree എന്ത് ചെയ്തു? വിളിച്ചു പറയുന്നു. Rose is finished now, റോസ് ഓക്കെ ആയിട്ടുണ്ട്. But the nightingale made no answer. നൈറ്റിംഗേൽ ഒന്നും മിണ്ടുന്നില്ല. So he was lying dead in the long grass, ആ നീണ്ട മരത്തിന്റെ ആ പുല്ലിൽ എന്ത് ചെയ്യുന്നു? യെസ്, മരിച്ചു കിടക്കുന്നു. So the nightingale made no answer, for she was lying dead in the long grass with the thorn in her heart. ഹൃദയത്തില് ആ മുള്ളും പേറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരിച്ചു വീണത്. And at noon the student opened his window and looked out. ഉച്ച സമയത്ത്
കുട്ടി എന്ത് ചെയ്യുന്നു, ഈ സ്റ്റുഡന്റ് വിൻഡോ തുറന്നു, അതിൻ്റെ കൂടെ പുറത്തേക്ക് നോക്കി. വൈ വാട്ട് എ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ പീസ് ഓഫ് ലൈക്ക്, എന്തൊരു ഭാഗ്യമാണ് എനിക്ക്. ഹി ക്രൈഡ്, ഹിയർ ഈസ് എ റെഡ് റോസ്, ഇവിടെ ദാ റെഡ് റോസ്, ഐ ഹാവ് നെവർ സീൻ എനി റോസ് ലൈക്ക് ഇൻ ഇറ്റ് ഓൾ ഇൻ മൈ ലൈഫ്. ആൻഡ് ഹി ലീൻ ഡൗൺ ആൻഡ് പ്ലക്ഡ് ഇറ്റ്. ഇവൻ എന്ത് ചെയ്തു, അങ്ങോട്ട് വന്നു. യെസ്, ലീൻ എന്ന് പറഞ്ഞാൽ ചാരുക എന്നാ, അതിനോട് ചാരി നിന്നിട്ട് എന്ത് ചെയ്തു, പ്ലക്ക് ഇറ്റ്, അതെന്ത് ചെയ്തു, പ്ലക്ക് ചെയ്തു, അത് എടുത്തു. ഈ 10th ക്വസ്റ്റ്യൻ നോക്കാം. What would happen if Nightingale did not press closer against them? എന്താണ് സംഭവിക്കുക, ഈ നൈറ്റിംഗേള് ഈ നൈറ്റിംഗേളിന്റെ ഹൃദയം മുള്ളിലേക്ക് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് എഴുതാം. അതാണ് 10th ക്വസ്റ്റ്യൻ. ഇനി 11th ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് ഇത്, then he put his on his hat. Where is that? Is it over? Okay, next here. Then he put on his hand. Put on എന്ന് ധരിക്കുക, തൊപ്പി ധരിച്ചു. And ran up to the professor's house with the rose in his hand. കൈകളിൽ ഈ റോസ് പിടിച്ച് പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോകുന്നു. പ്രൊഫസറുടെ മകളാണിത്. The daughter of the professor was sitting in the doorway winding blue silk on reel. നൂല് നിൽക്കുന്നു, അതാണ് ജോലി. And her little dog was lying her feet. കാൽക്കൽ നായയുണ്ട്, വളർത്തു നായയുണ്ട്. You said that you would dance with me if I brought you red rose. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ റെഡ് റോസ് കൊണ്ടുവരാൻ ഡാൻസ് ചെയ്യാന്ന്. Cried the student. Here is the eldest reddest rose in all the world. ഈ ലോകത്തെ ഏറ്റവും ചുവപ്പുള്ള റോസ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. You will gar it tonight next to your heart and we will dance together. നമ്മളത് ധരിക്കും, നമ്മളത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുന്ന രാത്രി ഡാൻസ് ചെയ്യും. ബട്ട് ഗേൾ ഫ്രൗൺ. ഗേൾ എന്ത് ചെയ്തു, ഇതുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആയി, അംഗീകരിച്ചില്ല. ഫ്രൗൺ, ഇവളുടെ മുഖം ചുളിഞ്ഞു പോയി. ഐ എം അഫ്രൈഡ് ഇറ്റ് വിൽ നോട്ട് ഗോ വിത്ത് മൈ ഡ്രസ്. ഞാൻ പേടിക്കുന്നു, ഇറ്റ് വിൽ നോട്ട് ഗോ വിത്ത് മൈ ഡ്രസ്, എന്റെ ഡ്രസ്സുമായി യോജിക്കില്ല. ഷീ ആൻസേർഡ്, ആൻഡ് ബിസൈഡ് ദ ചാമ്പർലൈൻസ് നെഫ്യൂ ഹാസ് സെൻഡ് മീ സം റിയൽ ജ്വൽസ്. ചാമ്പർലൈൻസ് എന്നുള്ള വ്യക്തിന്റെ നെഫ്യൂ എന്ന് പറഞ്ഞാൽ സിബ്ലിങ്സിന്റെ മകനാണ്, എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പിന്റെ മകൻ, എൻ്റെ കാക്കയുടെ മകൻ, അല്ലെങ്കിൽ എൻ്റെ ഏട്ടന്റെ മകൻ, എൻ്റെ ചേച്ചിയുടെ മകൻ, അല്ലെങ്കിൽ എൻ്റെ താത്തയുടെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് സം റിയൽ ജ്വൽസ്, നല്ല ജ്വൽസ് അയച്ചു. ഞാൻ എവ്രിബഡി നോസ് ദാറ്റ് ജ്വൽസ് കോസ്റ്റ് ഫോർ മോർ ദാൻ ഫ്ലവേഴ്സ്. എല്ലാവർക്കും അറിയാം ജ്വൽസ് എന്താണ്, ഫ്ലവേഴ്സിനേക്കാളും വില കൂടിയതാണെന്ന് എല്ലാവർക്കും അറിയാം. വെൽ അപ്പോൺ മൈ വേർഡ്, എന്റെ വേർഡ് ശ്രദ്ധിക്കൂ. യു ആർ വെരി അൺഗ്രേറ്റ്ഫുൾ, നീ നിനക്ക് തീരെ നന്ദിയില്ലല്ലേ. said the student angrily. ദേഷ്യത്തോട് പറയുന്നു. and he threw the rose into the street. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കിട്ടിയ ആ റോസ് എന്ത് ചെയ്യുന്നു, വലിച്ചെറിഞ്ഞു. where it fell into the gutter, അന്ന് ഇത് ഗട്ടറിലേക്ക് വീണു. and cart wheel went over it. ഒരു കുതിര വണ്ടി അതിൽ വന്ന സമയത്ത് അതിന്റെ മറികടന്നു പോയി, മീൻസ് ചതച്ചരച്ചു പോയി. what a silly thing love is, said the student as he walked away. നടന്നുകൊണ്ട് പറയുന്നു, ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എത്ര ഒരു സില്ലി തിങ് ആണ്, ഒരു ലളിതമായ കാര്യമാണ് എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്, ഈ മൂൺ ലൈറ്റിൽ റെഡ് റോസ് ഉണ്ടാക്കി കൊടുത്തു. ആ ഗേളിന്റെ അടുത്ത് പോയി നോക്കിയ സമയത്ത് ഗേൾ എന്താ പറഞ്ഞത്, എന്റെ നെഫ്യൂ എനിക്ക് ജ്വൽസ് കൊടുത്തിട്ടുണ്ട്, നിന്റെ ഫ്ലവർ ഒന്നും എനിക്ക് വേണ്ട, എന്റെ ഡ്രസ്സിനോട് യോജിക്കൂല. എല്ലാവർക്കും അറിയാം ഫ്ലവറിനേക്കാളും വിലയുണ്ട് ഏതിന്, ജ്വൽസിന് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇതാണ് സ്റ്റോറി. 11th question. How did pain affect the Nightingale song? എങ്ങനെയാണ് നൈറ്റിംഗേളിന്റെ ഈ പാട്ട് വേദനയാകാൻ കാരണം എന്താണ്? വാട്ട് ഈസ് റെഡ് റോസ് കമ്പയർഡ് ടു? ഇവിടെ റെഡ് റോസ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? ഓക്കെ. 13. ഡിസ്ക്രൈബ് ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ദ നൈറ്റിംഗേൾ. നൈറ്റിംഗേളിന്റെ അവസാനത്തെ മൊമെന്റ് എന്ന് വിവരിക്കുക. വൈ ഡിഡ്ന്റ് പ്രൊഫസർ ഡോട്ടർ അക്സെപ്റ്റ് ദ റെഡ് റോസ്? എന്തുകൊണ്ട് പ്രൊഫസറിന്റെ മകൾ ഇത് സ്വീകരിച്ചില്ല? ഓക്കെ.